എനിക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലാണ്. പിന്നീട് സിനിമ ഇറങ്ങുന്നു, അപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്നു, നമ്മുടെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാനുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ സിനിമാ പ്രാന്തും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്തൊരു അവസരം തരിക, സിനിമയുടെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാവുക എന്നുള്ള. ഞാൻ ചോദിച്ച കാര്യം ആവശ്യമുണ്ടോന്നാണോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു പരിപാടി. ഹായ്, സച്ചിൻ. സ്റ്റോറി ബിഹൈൻഡ് യു ഇന്നത്തെ പ്രോഗ്രാം JC സ്റ്റുഡിയോയിലേക്ക് വന്നേക്കുന്നത് നമ്മുടെ ഒരു വിശിഷ്ട അതിഥി എന്ന് അറിയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും സംസാരിക്കാം. ഫിജോ ഫിലിപ്പ് അല്ലേ? ഫിജോ ഫിലിപ്പ് എറണാകുളത്തുകാരൻ തന്നെയാണ്. എറണാകുളം ബേസ്മെൻറ്റ് എറണാകുളം തന്നെയാണ്. പ്രോപ്പർ എറണാകുളം. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് എൻ്റെ വീട്, ഞാൻ താമസിക്കുന്നത് ചിറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിറ്റൂർ റോഡുണ്ടല്ലോ, ആസ്റ്റർ മെഡിസിറ്റിയുടെ ചിറ്റൂർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിറ്റൂർ നിന്നാണ്. നിങ്ങളാണോ ആസ്റ്റർ മെഡിസിറ്റിക്ക് സ്ഥലം കൊടുത്തത്? എൻ്റെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്റ്റർ മെഡിസിറ്റി ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഡോക്ടേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അവിടെ പരിസരത്ത് അതായത് എൻ്റെ ഒരു ബിൽഡിങ് റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്ന ആസ്റ്റിന് റെൻ്റ് ഔട്ട് ചെയ്ത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ കോൺട്രാക്ടർ ആയിരുന്നു, എഞ്ചിനീയർ കോൺട്രാക്ടർ ആയിരുന്നു. നിങ്ങളും ആ ഫീൽഡ് തന്നെയായിരുന്നു? ഞാനും അതിൽ തന്നെ. എത്ര വർഷം അതിൽ വർക്ക് ചെയ്തു? അതിൽ ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 വർഷമാവുന്നു അതിൽ വർക്ക് ചെയ്തു. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അകത്ത് കൂടെ ഉണ്ടായിരുന്നു. പഠിക്കുന്നത് കുറച്ച് കാശ് വന്നല്ലോ, അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് കൂടി അങ്ങനെ ഓക്കെ. അപ്പോൾ അതിന് ശേഷമാണ് നാടകത്തിലൂടെയായിരുന്നു തുടക്കം, അല്ലെങ്കിൽ സിനിമയിലൂടെ തന്നെയായിരുന്നു തുടക്കം? എങ്ങനെയാണ് സിനിമാ മോഹം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ഞാൻ രാജഗിരിയിലായിരുന്നു സ്കൂള്. അപ്പോൾ ചെറുപ്പത്തിൽ സിനിമ എല്ലാം കാണുക. പക്ഷേ ഈ ആൽബർട്സിലാണ് ഞാൻ കോളേജിലേക്ക് വരുന്നത്. വെരി ഗുഡ്. അപ്പോൾ സവിത സംഗീത എല്ലാ തിയേറ്ററും ചുറ്റുമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലാണ്. അതായത് ഫസ്റ്റ് അവർ കയറുള്ളൂ. അത് ആൽബർട്സിൽ പഠിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കോളേജുകളൊക്കെ സിറ്റിയിൽ നിന്ന് മാറിയാണ്, പിന്നെ മഹാരാജാസ് ഉള്ളത് അവിടെ. പക്ഷേ ഞങ്ങൾ ആൽബർട്സുകാർ അങ്ങനെ അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൽബർട്സ് കോളേജും മഹാരാജാസ് കോളേജും കിടക്കുന്നത് ഈ തിയേറ്ററിൻ്റെ. അതെ. അതായത് ഈ രണ്ട് കോളേജുകളുടെ ഇടയിലാണ് ഈ എല്ലാ തിയേറ്ററും വരുന്നത്. അന്ന് ഈ പറഞ്ഞാൽ മോളൊന്നുമില്ല, ഈ ലോക്കൽ തിയേറ്ററുകൾ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടമാണ്, ആ കോളേജ് കാലഘട്ടം. അവർ പ്രീ തൊട്ട് ഒരു ഡിഗ്രി കഴിയുന്നവരെയുള്ള ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൾസറി ആയിട്ട് ഫ്രൈഡേസ് സിനിമ. അങ്ങനെ സിനിമ പ്രാന്ത് എന്ന് പറഞ്ഞത് ആ സമയത്തൊക്കെയാണ്. അതെ. അപ്പോൾ അതിനുശേഷം സിനിമയിലേക്ക് എന്നാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നത്? നാടകത്തിലൂടെയാണോ അല്ലെങ്കിൽ സിനിമ തന്നെയായിരുന്നോ സെലക്ട് ചെയ്തത്? പിന്നെ ഈ പറയുന്ന പോലെ ഈ സിനിമയോടുള്ള ഇതും ഈ അഭിനയവും പരിപാടികളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ എല്ലാ വർഷവും ഈ പള്ളിയിൽ നമ്മൾ ഈ നാടകം കണ്ടക്ട് ചെയ്യുക പരിപാടികൾ, അതിൻ്റെ അകത്ത് ഞാനായിരിക്കും ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടികളും അങ്ങനെ നാടകം പരിപാടികളാണ് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ കോർഡിനേഷനും പരിപാടികളും അഭിനയിക്കുക എല്ലാം കൂടി ഒരു മിക്സ്ഡ് പരിപാടി. അതായത് ഓൾ ഇൻ ഓൾ പരിപാടിയായിരുന്നു, ഇങ്ങനെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട്. മനസ്സിലായി. അങ്ങനെ കുറേ നാടകങ്ങളും പരിപാടികളൊക്കെ അവിടെ നിന്നാണ്. പിന്നെ സിനിമ വന്നു കയറുന്നതിൻ്റെ ഇടയിലാണ്. അത് ഏത് വർഷമായിരുന്നു? അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2014. 2014ലാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഏത് സിനിമയിലൂടെ ആയിരുന്നു? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം ഹിറ്റ് സിനിമ. അതായത് അതിൻ്റെ അകത്തോട്ട് വന്ന് പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറുണ്ട്, നമ്മുടെ മെഡോണയുടെ ഒരു ബാല്യം ചെയ്യുന്ന ഒരു കുട്ടി സെലിൻ. അതായത് സെലിൻ എന്നാണ് മെഡോണയുടെ പേര്. ഈ കുട്ടി സെലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ സിസ്റ്ററിൻ്റെ മോളെ ചെയ്തേക്കുന്നത്. അപ്പോൾ അവള് ഈ സിനിമയിലേക്ക് അവൾ സെലക്റ്റഡ് ആവുന്നു. അവളെ സ്കൂളിൽ വന്ന് സെലക്ട് ചെയ്യണത് ചെയ്തത്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ സിനിമേനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പ്രേമംകാർ സിനിമയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇവളുടെ സ്കൂളിൽ ഇവർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഇവളിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്നതാണ് ക്രൂവിലുള്ള പലരും. അപ്പോൾ എൻ്റെയൊക്കെ ബാച്ചിക്ക് തന്നെയുള്ള പലരും ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇവളെ പിന്നെ എങ്ങനെയെങ്കിലും സിനിമയ്ക്ക് കയറ്റാന്നുള്ളതായി. പക്ഷേ ഇവളാണെങ്കിൽ വില്ലിങ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് വർക്ക് സംബന്ധമായിട്ട് ബാംഗ്ലൂരൊക്കെ ഇരുന്നു. ഞാൻ ഇതുപോലെ ഇത് അറിഞ്ഞിട്ട് ഒരു ശനിയാഴ്ചയാണ് ഞാനിത് അറിയണത്. ഞാൻ രാത്രി എയർപോർട്ടിൽ വന്ന്, രാത്രി ആ സമയത്ത് ഒരു 11:30 സമയത്താണ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ. അപ്പോൾ ആ സമയത്ത് അവളെ ചെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല.
പിറ്റേ ദിവസം സൺഡേ ആണ്. ഞാൻ ഇതുപോലെ കാറ്റീസം ക്ലാസ്സിൽ ചെല്ലാണ് ഇവളുടെ. അതായത് എനിക്ക് മറ്റേ ആവേശം കയറിയിട്ട് അങ്ങനെ കാറ്റീസം ക്ലാസ്സിൽ ചെന്നിട്ട് ഇവളെ ചെന്ന് കണ്ട് മാമ കൂടെയുണ്ട്, മാമയുടെ ഫ്രണ്ട്സാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് സമ്മതിപ്പിച്ച് ആ സൺഡേ അവളുടെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. പിന്നീട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത്. ഓക്കെ, അവളുടെ ഷൂട്ടിങ്ങിനുണ്ടാവും. അങ്ങനെ ഓട്ടോമാറ്റിക്ക് ആ സിനിമ അവളാണ് അഭിനയിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി ചിലപ്പോൾ ഇവിടെ ഉച്ചയ്ക്കായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവള് തേവര SH പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുക, ഇവിടെ പിക്ക് ചെയ്യുക, ആലുവക്ക് പോവുക. അങ്ങനെ കുറേ ദിവസം ആ ഷൂട്ടുള്ളപ്പോൾ ഇവരുടെ ഒപ്പം തന്നെ ഇരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്കും അതിൻ്റെ അകത്ത് മുഖം കാണിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ പിന്നീട് സിനിമ ഇറങ്ങുന്നു. അപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് പറഞ്ഞ പോലെ പറയണ നമ്മളുടെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാനുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നില്ല. പിന്നെ ആകെ നിരാശയാണ്. ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാം. സിനിമയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ. മനസ്സിലായി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ സിനിമ കാണൽ, സിനിമ ഫുള്ള് ഫോളോ ചെയ്യൽ, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടികൾ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത്. പിന്നെ 2016 തോന്നുന്നു സിനിമാക്കാരൻ. 17 എനിക്ക് കറക്റ്റ് ഞാൻ അതിൻ്റെ അടുത്ത് വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട്. പക്ഷേ എനിക്ക് ഡേറ്റ് 2017 സിനിമാക്കാരനിലാണ് പിന്നെ നല്ലൊരു എൻട്രി അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് നല്ലൊരു രീതിയിൽ വന്നത്. അതിൻ്റെ അകത്ത് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട്, തോമസ് പണിക്കർ, ഓപ്പസ് പെൻഡ എന്ന് പറഞ്ഞിട്ട്. അവരായിരുന്നു അത് നിർമ്മാണം. ഓക്കെ. അപ്പോൾ ഈ തോമസ് പണിക്കറുടെ ഫ്രണ്ട് നൗഷാദ് ഉണ്ട്, എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഞങ്ങൾ സ്കൂൾ മുതൽ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഗ്യാങ്ങിലുള്ളതാണ് നൗഷാദ്. അപ്പോൾ നൗഷാദിൻ്റെ ഫ്രണ്ടാണ് തോമസ് പണിക്കർ. അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ തോമസ് പണിക്കരായിട്ടൊക്കെ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ സിനിമാ പ്രാന്തും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്തൊരു അവസരം തരിക. അതിൻ്റെ അകത്തൊരു ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ട് സിനിമയിലെ നല്ലൊരു ക്യാരക്ടർ തെറ്റില്ലാത്ത പരിപാടിയായിരുന്നു. അതിനുശേഷമാണ് ജല്ലിക്കെട്ട് ഇറങ്ങുന്നത്. ജല്ലിക്കെട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട്. എൻ്റെ അസോസിയേറ്റ് ടിനു പാപ്പച്ചൻ, അജഗജാന്തരം, ഇതിൻ്റെയൊക്കെ കഥ അറിയായിരിക്കുമല്ലോ. ഒരു പോത്ത് അവിടെ ഒരു ഹൈ റേഞ്ചിൽ ഇറങ്ങുന്നു. അപ്പോൾ ഈ പോത്ത് കയറ് പൊട്ടിച്ച് പോയിട്ട് പോത്തിനെ പിടിക്കാനായിട്ട് ഈ പൂമാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പൂമാലക്കാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 5-8 പേര് ഒരു ജീപ്പിന് വരിക ഈ പോത്തിനെ പിടിക്കാന്നുള്ളതിൽ. അപ്പോൾ അത് നല്ലൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ അകത്ത് പിന്നെ പോത്തിനെ പിടിക്കാനായിട്ട് വരുന്ന വേറൊരാളാണ് കുട്ടച്ചൻ എന്ന് പറഞ്ഞിട്ട് സാബു ചെയ്ത ക്യാരക്ടർ. പിന്നെ ആൻ്റണി വർഗീസ് പെപ്പെ ചെയ്ത പെപ്പെ നാട്ടുകാരനാണ്. അങ്ങനെ ഞങ്ങൾ ഈ 3 ആൾക്കാർ ആണ് ഈ പോത്തിൻ്റെ പുറകെ. നല്ല പരിപാടിയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് നമുക്കങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പൂമാല ഇപ്പോൾ സാബു, പെപ്പെ ഇവരൊക്കെ മെയിൻ ആർട്ടിസ്റ്റുകൾ. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരും ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങളൊന്നും അല്ല അതിൻ്റെ അകത്ത്. കറക്റ്റ്. അപ്പം മിനിമം ഒരു ദിവസം ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റുകൾ മിനിമം 100 വരെയുള്ള ദിവസങ്ങളാണ്. ഇപ്പം പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അതിൻ്റെ അകത്ത് 45 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്. ഈ 45 ദിവസം രാത്രി തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മിനിമം 100 പേര്. ആ ക്ലൈമാക്സ് സീനിലൊക്കെ എനിക്ക് തോന്നുന്നത് 500 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളൊരു 8 പേര് നിന്ന് കഴിഞ്ഞാൽ ബാക്കി 100 പേര് ബാക്കിലുണ്ടെങ്കിൽ 108 പേരുണ്ടാവും. അപ്പോൾ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ ത്രൂ ഔട്ട് ആ സിനിമയിലുണ്ട്. ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് മലയാള സിനിമ ഈ അടുത്ത് അത് കഴിഞ്ഞിട്ടൊക്കെ വന്ന അതിൻ്റെ അത് ഹിറ്റായിരിക്കുന്നത് RDX ഈ പറയുന്ന പോലെ നഹാസ് ഹിദായത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഹാസിൻ്റെ ഫസ്റ്റ് ഫിലിം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പസ് പെൻഡ അവരായിരുന്നു നിർമ്മിച്ചത്, പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങുകയും ചെയ്തതാണ്. അത് 2019 നമ്മുടെ ആ കൊറോണ തുടങ്ങുന്ന ആ സമയത്ത്, മാർച്ച് ആ സമയത്തായിരുന്നു ഷൂട്ട് തുടങ്ങിയത്. ഷൂട്ട് തുടങ്ങി എനിക്ക് തോന്നുന്നു 1 ആഴ്ച കഴിഞ്ഞപ്പോൾ നിന്നുപോവുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടൊന്നും മുന്നോട്ട് പോകാണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ അനിൽ നെടുമങ്ങാടൊക്കെ ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ച മൂവീസിലൊന്നാണ്. ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ മാർച്ചിലാണെങ്കിൽ ആ ഡിസംബറിലാണ് പുള്ളി മരിച്ചത്. അപ്പം അങ്ങനെ സിനിമ നിർത്തി വെച്ചു, മുന്നോട്ട് തുടങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഇടയ്ക്ക് അനിലേട്ടൻ്റെ സീനൊക്കെയാണ് എടുത്ത് വെച്ചത്. അതിൻ്റെ അകത്ത് എനിക്ക് നല്ലൊരു വേഷമായിരുന്നു. അനിലേട്ടൻ്റെ ഒപ്പമുള്ള പോലീസുകാരനായിട്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിലും ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അനിലേട്ടനാണെങ്കിൽ അയ്യപ്പനും കോശിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാം. അതുപോലെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് പറയുമ്പോൾ ഭയങ്കര റേഞ്ചുള്ളൊരു ഞാനൊക്കെ ശരിക്കും പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇരിക്കണമായിരുന്നു. അതായത് അത് അയ്യപ്പനും കോശിയും കണ്ട് ഇങ്ങനെ ഞെട്ടി ഇതായിരുന്നു. അപ്പം പിന്നെ പുള്ളിനെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം. പക്ഷെ അതിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പുള്ളി? അല്ല, അത് കഴിഞ്ഞിട്ട് കൊറോണയുടെ ഇടയിൽ പുള്ളി വേറെ ഏതൊരു പടം ചെയ്തു. അപ്പം അതിൻ്റെ എന്തോ അന്ന് 2020
ക്രിസ്മസിൻ്റെ അന്നാണ് വൈകിട്ടായിരുന്നു. പുള്ളിക്ക് അന്ന് ഷൂട്ടില്ലായിരുന്നു. ഫ്രണ്ട്സായിട്ട് എന്തോ ഫ്രണ്ട്സായിട്ട് പുള്ളി ഇറങ്ങിയ ഡാമിൽ. അപ്പോൾ പുള്ളി മരിച്ചു. അതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു സിനിമ ആ പ്രോജക്റ്റ് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യും. എനിക്കൊക്കെ അന്ന് തന്നെ മനസ്സിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറേ സീൻ എടുത്ത് വെച്ചേക്കണം. മെയിനായിട്ടുള്ളത് കുറച്ച് പോലീസ് സ്റ്റേഷൻ സീനുകളൊക്കെ ഇരുന്ന് ആദ്യം എടുത്ത് വെച്ചത്. ഈ ഒരാഴ്ച ഷൂട്ടുണ്ടായിരുന്നു, ഒന്നരാഴ്ചയായിട്ട് ഷൂട്ടുണ്ടായിരുന്നു, പെപ്പെ നായകനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ എടുത്ത് വെച്ചേക്കണതൊക്കെ അനിൽ നെടുമങ്ങാടും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളി അവിടെയുണ്ട്, പുള്ളിയുടെ ഒപ്പം ഉണ്ട്. അങ്ങനെ പിന്നെ പെപ്പയായിട്ടുള്ള കോമ്പിനേഷൻ. അപ്പം തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ബ്രേക്ക് പരിപാടികൾ വന്ന് പിന്നെ ഷൂട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഷൂട്ടൊന്നും മുന്നോട്ട് പോകാണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ തന്നെ ഈ ആരവത്തിൻ്റെ തന്നെ ഡയറക്ടർ നഹാസ് ഹിദായത്ത്, നമ്മുടെ RDXൻ്റെ ഒക്കെ നഹാസ് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നത് 14 Days of Love എന്നും പറഞ്ഞിട്ട്. ഓക്കെ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരുപാട് മൂവീസിലൊക്കെ ഉള്ള ഒരു ഉണ്ണി ലാലും ഉണ്ട്. അപ്പോൾ ഉണ്ണി നായകൻ, പിന്നെ നമ്മുടെ നയന എൽസ ഉണ്ട്, ജൂണിലൊക്കെ ഉള്ള നയന നായിക. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ക്യാബിൻ്റെ ഉള്ളിലുള്ള ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ്. അതായത് എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനടക്കം അതിൻ്റെ അകത്ത് മാസ്ക് വെച്ച് അഭിനയിച്ചേക്കുന്നത്. അതായത് കൊറോണയുടെ ഇടയിൽ ഒരു കാറിൽ നടക്കുന്ന സംഭവം, ഒരു IT-ൽ. അപ്പോൾ നാസിൻ്റെ പുതിയ മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നോ? ആം ഗെയിം. അതിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിലെ പ്രമുഖനായ ഒരു നടനാണ്, പക്ഷെ അത് പബ്ലിസിറ്റി അധികം കൊടുത്തിട്ടില്ല. വേഫെയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദുൽഖർ നായകനായിട്ട്. അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒന്നും അവരങ്ങനെ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല. ദുൽഖർ പൊതുവെ മമ്മൂക്കാനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഒരു ഓവർ പബ്ലിസിറ്റി കൊടുത്തിട്ട് സിനിമ ഇറക്കുന്ന ഒരു ടീമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ അത് പെപ്പയുണ്ട്, അങ്ങനെ കുറേ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അത് നാസിൻ്റെ ആയതുകൊണ്ട് ആ ഒരു ടീമും കൂടി ഇന്ത്യ മൂവിയാണ് വേഫെയറിൻ്റെ ഇതും. പിന്നെ ഈ അടുത്തിറങ്ങി പ്രൊഡ്യൂസ് ചെയ്തത് അതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന RDX വന്നു. അപ്പോൾ RDXൽ നല്ലൊരു വേഷം തന്നെ നാസ്, നല്ലൊരു വേഷം തന്നെ ഇരുന്നത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ കുറേ ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, അങ്ങനെ പല പരിപാടികൾ ചെയ്ത്. സിനിമ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇതിനോടുള്ള പ്രാന്ത്, ഒരു പാഷനായിട്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രാന്ത്, സിനിമയോടുള്ള പ്രാന്ത് എന്തായിരുന്നു? ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രാന്താണെന്നുള്ളത് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭാര്യ കൂടെ വരുന്നു. ഭാര്യക്കറിയാം നമ്മുടെ സിനിമാ പ്രാന്ത്. ഓക്കെ. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പം ഞാൻ ഈ അടുത്താണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സാധാരണ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ പറയുന്ന പോലെ രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഞാനും ഭാര്യയും കൂടി തിയേറ്ററിലോട്ടാണ് പോകുന്നത്, ഇവിടെ ഒബ്രോണിൽ. അപ്പോൾ ഈ പ്രാഞ്ചിയേട്ടൻ കാണാനാണ് പോയത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ല എവിടെയെങ്കിലുമൊക്കെ പോകാൻ, കറങ്ങി നടക്കാം. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ ഭാര്യനെ കൊണ്ട് ചെയ്തത് രാവിലെ 10 മണിക്ക് എന്തോ ഷോ, നേരെ സിനിമക്ക് പോയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഭാര്യയുടെ സപ്പോർട്ടാണ് മെയിനായിട്ട്. ഭാര്യ ഫുൾ സപ്പോർട്ടാണ്. ഞാൻ ഈ അടുത്ത് ആരോടോ സംസാരിച്ചപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂവിലാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നോട് പറഞ്ഞായിരുന്നു തിയേറ്ററിൽ സിനിമ കാണാൻ പോയി, അതിനുശേഷം ഇറങ്ങിയിട്ട് അടുത്ത സിനിമ കാണണോ അതിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, അടുത്ത സിനിമ കാണാം. രണ്ടുപേരും, ഹസ്ബൻഡ് വൈഫ്. എനിക്ക് ആരാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് ആൾക്കാരെ ചെയ്തുകൊണ്ടിട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം സിനിമ കാണാൻ കാരണം വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കി, അതോടെ വൈഫിന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയാണെന്നുള്ളത് അറിയാം, മനസ്സിലായി. സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് വലിയ. പിന്നെ അതുപോലെ തന്നെ പാരൻസും അവരും ഓക്കെയാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ ഇപ്പോൾ ഫാദറും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് ആർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ ഇതൊക്കെ തന്നെ. ഇതിതുപോലെ തന്നെ സിനിമയിൽ ഇങ്ങനെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിൽ അങ്ങനെ വലിയ അംബീഷൻസ് അല്ല, സിനിമയുടെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാവുക എന്നുള്ള എല്ലാ കാലത്തും. നിങ്ങൾക്ക് ഫാമിലിയുടെ സപ്പോർട്ടുള്ള ഫാമിലിയുടെ സപ്പോർട്ട്. പിന്നെ എനിക്കുള്ള വേറൊരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയത്, ഞാൻ പ്രോപ്പർ എറണാകുളംകാരനാണ്. ഓക്കെ. ചുറ്റും സിനിമയും സിനിമാക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നു. പിന്നെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ഒരു 95% സിനിമാക്കാരും അന്യ ജില്ലയിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെയാണ്. ഇവരൊക്കെ ഇവിടെ വന്ന് എൻ്റെ അകത്ത് ഇപ്പോൾ സീനിയർ ആയിട്ടുള്ളതും ഇപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ ഇവിടെ വന്ന് താമസിച്ച് അങ്ങനെ ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി പാരലായിട്ട് കൊണ്ടുപോകാം. പക്ഷെ അല്ലാണ്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, പിള്ളേർ. സത്യമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇപ്പം നമ്മളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഒരു സെറ്റിലൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടും. ഓട്ടോമാറ്റിക് നമ്മുടെ ഫ്രണ്ട്സാണ്, കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര
പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ടുള്ളത് പണ്ട് ഇപ്പം ഈ കൊച്ചിയിൽ നടക്കുന്ന കാര്യം പണ്ട് ചെന്നൈയിൽ നടന്നിരുന്ന് കേട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ സുഖമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ്സ് ആണെങ്കിൽ വീട്ടിൽ പോകാം. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ വൈകിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും പാതിരാത്രി ആകുമ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലാവുന്ന ദൂരങ്ങളേ ഉള്ളൂ. അതെ അതെ. അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ കാലങ്ങൾ സിനിമാ ഭ്രാന്ത് പിടിച്ചിട്ട് എന്താ പറയുക, ഞാൻ നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഗൾഫിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൾഫിലുള്ള സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് നജീബ് എന്നാണ് പേര്, അൺഎക്സ്പെക്റ്റഡായിട്ട് കഴിഞ്ഞ വീക്ക് ഞങ്ങൾ പോത്തീസിൽ വെച്ചിട്ട് ഞാനും ഫാമിലിയായിട്ട് പോത്തീസിൽ പർച്ചേസിങ്ങിന് പോയ സമയത്ത് പുറകിൽ വന്നിട്ട് ഒരാൾ എന്നെ ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, സച്ചിനെ നജീബാടാന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് പുള്ളിയുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. ആ പുള്ളി എറണാകുളത്ത്, പുള്ളി സിനിമ എന്ന് പറയുന്ന ചെയ്യണം ആക്ടറായിട്ടോ ആർട്ടിസ്റ്റായിട്ടോ ഒന്നുമല്ലായിരുന്നു. പുള്ളിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയ ഒരു ഡയറക്ഷൻ സൈഡിലേക്ക് കടക്കണം എന്നുള്ളൊരു രീതിയിലായിരുന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. പക്ഷേ പുള്ളി ഇപ്പോൾ എറണാകുളത്ത് സെറ്റിൽഡാണ്. പുള്ളിയുടെ ഫാമിലി അന്ന് അവിടെ ഉണ്ടായിരുന്നു. കണ്ണൂരുകാരനാണ്, ഇപ്പോൾ എറണാകുളത്ത് പുള്ളി സെറ്റിൽഡാണ്. പുള്ളി പറഞ്ഞ സിനിമ ഞാൻ വിട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പം ഞാൻ ഒരു ബിസിനസ്സായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സിനിമ തന്നെയാണ്. അപ്പോൾ ഗൾഫിലുള്ള സമയത്ത് ഞങ്ങൾ പരസ്പരം പല കാര്യങ്ങളും സിനിമ ഷെയർ ചെയ്യാറുണ്ട്, സിനിമയെക്കുറിച്ച്. കാരണം ഞാൻ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ കാണും. അദ്ദേഹം ഞാനും കൂടി ആ ഷോപ്പിൻ്റെ ഒരു സൈഡിൽ മാറി നിന്നിട്ട് ഞങ്ങൾ സിനിമയെക്കുറിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ആ സമയത്ത് പുള്ളിയെ ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയെന്ന് വെച്ചാൽ, പുള്ളി എറണാകുളത്ത് ഫാമിലിയായിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. അല്ല, ഞാനിപ്പോൾ എറണാകുളത്ത് അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഷോപ്പുണ്ട്, അതിൻ്റെ അകത്തൊക്കെ മിങ്കിൾ ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷേ സിനിമ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, സ്വപ്നം അത് തന്നെയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു അഗാധമായിട്ടുള്ള ഒരു ഭ്രാന്തെന്ന് തന്നെ, അഭിനിവേശം എന്ന് തന്നെ പറയാം. അത് ഒഴിവാക്കാൻ ഒരാൾക്കും പറ്റുമെന്നില്ല, നടക്കില്ല. കല എന്ന് പറയുന്നത് റിയലായിട്ട് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക, അല്ലേ? കലയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവന് ഒരിക്കലും തോൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കലയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവന്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സമയത്ത് അതിൻ്റെ റിസൾട്ട് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 വർഷം സിനിമ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഭിനിവേശമില്ലാഞ്ഞിട്ടോ ഭ്രാന്തില്ലാഞ്ഞിട്ടൊന്നുമല്ല, ചില തിരിച്ചടികൾ നമ്മൾക്ക് കിട്ടിയപ്പോൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സിനിമ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പോലെ കൊണ്ടെടുക്കുന്നൊരു സംഭവമാണ്. പല നടന്മാരും പല ഡയറക്ടർമാരും. ഇപ്പോൾ സിനിമയിൽ ചീഫ് അസോസിയേറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുതിയ പ്രൊജക്റ്റ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിങ്ങളിരിക്കുമ്പോൾ, ഫിജോ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുന്നിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എൻ്റെ 5 ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറാണ്. സത്യം, ഞാൻ നിങ്ങൾ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. 5 ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറായിട്ട് നിങ്ങളിങ്ങനെ മിന്നിമറിഞ്ഞ് പോകുന്നുണ്ട്. അതിൽ ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് കുറച്ചും കൂടി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, മനസ്സിലാവണ്ട. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴായിരിക്കും. സംസാരിച്ചു കഴിഞ്ഞാലേ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇല്ല, ഞാൻ എന്നെ തന്നെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. സോറി പറഞ്ഞല്ല, നിങ്ങൾ സോറി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അഹങ്കരിക്കണ്ട കേട്ടോ, ഞാൻ സോറി എന്ന് പറഞ്ഞല്ലേ. ആ സോറിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ അതിൻ്റെ അകത്ത് 60 പുതുമുഖങ്ങൾ എന്നുള്ള ഇതിലാണ് ആ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അതായത് അതിൻ്റെ അകത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് അക്ഷയ് ചേർത്തലക്കാരനാണ്. ഇവരൊക്കെ സിനിമ ഭയങ്കര പാഷനായിട്ടുണ്ടാകുന്ന പിള്ളേരാ, കൊച്ചു പിള്ളേരാ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നായകനായിട്ട് വരുന്നത് ആരോമൽ ദേവരാജ്. അപ്പോൾ ആരോമലും നായകനായിട്ട് വരുന്ന ആരോമലിൻ്റെ അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ, വളരെ ചെറിയൊരു തുകയിൽ ഈ 60 പുതുമുഖങ്ങളെ ചെയ്താൽ. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പുതുമുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വില്ലൻ പരിപാടി ചെയ്താൽ. പക്ഷെ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ, ഇപ്പം ആരോമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും പക്ഷെ പുതുമുഖങ്ങൾ തന്നെ പറയാം. അതൊരു ഭയങ്കര ഒരു പരിപാടിയായിരുന്നു. ഈ പറയുന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അടുത്ത് ഉള്ളൊരു മൂവിയായിരുന്നു. അത് ഒരുപാട് ഫെസ്റ്റിവലുകൾക്ക് പോയി, കുറേ അവാർഡുകൾ കിട്ടി. സ്റ്റേറ്റിൻ്റെ അടക്കം ഒരു ഫെസ്റ്റിവലിന് പോയിട്ട്
ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് കിട്ടി. അച്ഛാ. അങ്ങനെ ഡയറക്ടർ, അതായത് അതിൻ്റെ അകത്ത് ബെസ്റ്റ് ആക്ടർ വന്ന അത് ഇന്ദ്രൻ ചേട്ടനൊക്കെയാണ്. അത് പക്ഷേ പല രാജ്യങ്ങളിൽ നിന്നുള്ളായിരുന്നു, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലായിരുന്നു. അതിൻ്റെ അകത്ത് ബെസ്റ്റ് ആക്ടർ വന്നത് ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു പടത്തിനായിരുന്നു. അപ്പം ആ പടത്തിനൊക്കെ പോലും ബെസ്റ്റ് മൂവി കിട്ടാണ്ട് നമുക്കത് കിട്ടി ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ അത് റിലീസ് ചെയ്യാൻ തിയേറ്റർ റിലീസ് ആദ്യം തന്നെ വേണ്ടെന്ന് ഇല്ല, നടക്കില്ലായിരുന്നു ആ ബഡ്ജറ്റിൽ. അങ്ങനെ ഇരുന്നിരുന്നാണ് നമ്മളത് നമ്മുടെ സൈന പ്ലേ അവരെടുത്ത് കഴിഞ്ഞ മാർച്ച് സൈനയിൽ റിലീസ് ചെയ്ത്. അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു വേറൊരു പ്രത്യേക മൂഡിലുള്ള പടമാണ്, ഭയങ്കര സൈലന്റ് പക്ഷെ ഒരു ത്രില്ലർ സ്വഭാവമുള്ളൊരു മൂവിയാണത്. ഇതിപ്പോൾ സൈന പ്ലേയിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതാണിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ മൂവി അത് തന്നെയായിരുന്നു. അതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു 14 ഡേയ്സോ അത് ഈ RDXന് മുന്നേ ആയിരുന്നു. അതിന് മുന്നേ നഹാസിന്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഷോർട്ട് ഫിലിം നഹാസ് അത് ചെയ്തിട്ടാണ് ഇതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ 14 ഡേയ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാവരും വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാനുള്ള എൻ്റെ അത് അഭിനയിച്ചത് തന്നെ ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നഹാസിൻ്റെ പോലെ അതിലേക്കൊരു ഡ്രൈവറിന്റെ ക്യാരക്ടറാണ് ബിനിച്ചേട്ടൻ. നേരത്തെ പറഞ്ഞൊരു ക്യാബിന്റെ അകത്ത് വെച്ചിട്ടുള്ള ഞാൻ ക്യാബ് ഡ്രൈവറാണ്. ഇവർ രണ്ടുപേരും കാറിൽ ഡെയിലി വന്ന് കയറുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി റൂട്ടീൻ പരിപാടിയാണത്. പക്ഷേ അതങ്ങോട്ട് ഇറങ്ങി നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടു നിൽക്കുകയും ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഭയങ്കര മില്യൺസ് വ്യൂസ് പോകുന്നു, അതായത് ഭയങ്കര ചർച്ച ചെയ്യുന്നു, കാര്യങ്ങളാവുന്നു. അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് ഈ നായികക്ക് കൊറോണ വരുന്നൊരു സീനുണ്ട്. കൊറോണ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കിട്ടി, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഞാനും ഈ നായികൻ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഫോണിൽ. അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ ചൂടുവെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വർക്കുണ്ട്, ഇങ്ങനെ കൊറോണയാണ്. പക്ഷെ അതൊന്നും അഭിനയിച്ചല്ല, അതൊക്കെ ഒറിജിനലായിരുന്നു. ഒറിജിനൽ കൊറോണ ആയിട്ട് എനിക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ പറ്റാനുള്ളായിരുന്നു. അങ്ങനെ അതങ്ങനെ വലിയൊരു ഹിറ്റ് പരിപാടിയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളൊക്കെ ഇപ്പം നാട്ടിലാണെങ്കിലും, നാട്ടിൽ പിന്നെ സിനിമാക്കാരൻ എന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. ആര് കണ്ടു കഴിഞ്ഞാലും പേരൊന്നും വിളിക്കുമല്ലോ. ഇപ്പോൾ സിനിമാക്കാരല്ല, സിനിമാ നടൻ അങ്ങനെ വിളിക്കുള്ളൂ. അപ്പോൾ ഈ സിനിമാ നടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമെങ്കിലും പക്ഷെ കുറേ ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞത് ഈ 14 ഡേയ്സാണ്. ശരി. പക്ഷെ ഈ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ 14 ഡേയ്സ് 4 ഭാഷകളിലോട്ട് പോയി. തമിഴിൽ പോയി, കന്നഡ, തെലുങ്കു, അതായത് മലയാളം, അങ്ങനെ 4 ഭാഷയിൽ എല്ലായിടത്തും. ഇപ്പം നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം, ഭയങ്കര വ്യൂസാണ്. കമൻസൊക്കെ വായിക്കാൻ ഭയങ്കര രസമാണ്. അതായത് പിന്നെ വ്യൂവർഷിപ്പൊക്കെ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിലായിരുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ഒരുപാട്. വേറെ എന്തെങ്കിലും തമിഴോ തെലുങ്കോ അങ്ങനെ പ്രൊജക്റ്റ് വല്ലതും? തമിഴ് തെലുങ്ക് ഈ പറയുന്ന പോലെ ഇല്ല, അന്യഭാഷകളായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാനിതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റീൽസ് കണ്ടത്. ഇതിൻ്റെ CD ജപ്പാനിലൊക്കെ ഭയങ്കര ചൂടപ്പം പോലെ കിട്ടുന്നത്, ഇത് ജെല്ലിക്കെട്ടിൻ്റെ ജപ്പാൻ ഭാഷയിലുള്ള. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ജെല്ലിക്കെട്ടിൽ പോത്തിൻ്റെ പറയുക, പിന്നെ അതും ഈ LJPയുടെ പോലത്തെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് സാറിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഭയങ്കര ഫ്ലാറ്റ് ഫാനാണത്. അപ്പോൾ ഈ ആമേനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ ജെല്ലിക്കെട്ടിൽ അവസരം വരുമെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിനോടുള്ള ഇങ്ങനെ ആരാധന മുത്തത്ത് തന്നെയാണ്. അപ്പോൾ പുള്ളി എന്നോടൊരു കുഴിയിലോടെടുത്ത് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണില്ല, അങ്ങനെയായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു പ്രത്യേകതയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറാലിറ്റി വല്ലാണ്ട് പുള്ളി ആരാധന. നമുക്ക് ഈ പറയുന്നത് നമുക്കിപ്പോൾ നായകന്മാരോട് തോന്നുന്ന ആരാധനയുണ്ടല്ലോ, അതേപോലെ എനിക്കൊരു ഡയറക്ടറോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിനോടാണ്. അതായത് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 45 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാടുക ഓടുക മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ കാട്ടിക്കൂടി എല്ലാ ദിവസവും വൈകിട്ട് ഈവനിങ് ഒരു 5 മണിക്ക് പോയി കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ സൈഡിൽ നമുക്കൊരുപാട് പുതിയ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡയറക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരെ? ലിജോ പല്ലിശ്ശേരി സാർ. ലിജോ സാറിൻ്റെ പല ഫ്രെയിമുകളും ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് പ്രിയദർശൻ സാറിൻ്റെ ഫ്രെയിം അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒറ്റ ഫ്രെയിം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കാര്യങ്ങളൊക്കെ അത് ഞാൻ കൂടുതൽ കണ്ടത് നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ മമ്മൂക്കാൻ്റെ സിനിമയിൽ. അപ്പോൾ ലിജോ സാറിന് ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ ഒരു രീതി തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം
ജോഷി സാറിൻ്റെയൊക്കെ ഒരു പാറ്റേണിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ജോഷി സാറ്, IV ശശി സാറ്, അങ്ങനെയുള്ളവരൊക്കെ ഇന്നത്തെ ടെക്നോളജി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയവരാണ് അവർ. ഇപ്പം നമ്മൾ നമ്മുടെ യങ് ജനറേഷനോട് നമുക്ക് പറയാം, മൊബൈലും ലാൻഡ് ഫോണും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിന്ന് വന്നാണ് നമ്മളൊക്കെ. ഇന്ന് നമ്മളൊക്കെ ഇതുണ്ട്. സലീം കുമാർ സാറ്, സലീമേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ജനറേഷൻ നിങ്ങൾ എന്താണ് പുതിയതായിട്ട് കണ്ടുപിടിച്ച ടെക്നോളജി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഞങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിക്കാനല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. പുള്ളി പറഞ്ഞത് നമ്മളാരെ പുച്ഛിച്ച് പറയണമല്ല, നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്നാണ്. മൊബൈൽ ഫോണും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നറിയില്ല, 2 ചിരട്ട എടുത്തിട്ട് അതിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അമ്പലപ്പറമ്പിൽ പോകുമ്പോഴാണ് വാക്കി ടോക്കി പോലത്തെ സാധനം, അത് 2 പേരും മേടിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ന് വാക്കി ടോക്കി ഒറിജിനൽ വേണോ? ഇത്ര കിലോമീറ്റർ ഉപയോഗിക്കാം. അപ്പൊ ലിജോ സാറിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അദ്ദേഹം ആ ഒരു പുള്ളി എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിതുപോലെ തന്നെ ഈ ആമേൻ കണ്ടിട്ട് പ്രാന്തമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയമൊക്കെ ഇരുന്നതൊക്കെ. അപ്പോൾ ഞാനിതുപോലെ ഇവിടെ ഈ അരുക്കുറ്റി ഭാഗത്താണ് ആ ലൊക്കേഷൻ, ആ പള്ളിയും ആ ഗ്രാമവും കാണിക്കുന്നത്. ഞാനൊരു ദിവസം ഫുള്ള് അവിടെ വന്നിട്ട് വെറുതെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഭാര്യയായിട്ടിരുന്നു. അതായത് വേറെ കറങ്ങാനൊന്നും പോയിരുന്നില്ല, ആ ലൊക്കേഷനും ആ പള്ളിയൊന്നും പൊളിച്ചിട്ടില്ലായിരുന്നു, പള്ളി പൊളിച്ചിരുന്നു, മേടയൊന്നും പൊളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആനന്ദം കണ്ടെത്തിയിരുന്നതാണ് പുള്ളിയുടെ ഉള്ള പ്രാന്ത് മുത്തട്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ഒപ്പം ഈ പറഞ്ഞ ജെല്ലിക്കെട്ടിൽ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ചുരുളി, ഈ പറയുന്ന തോമസ് പണിക്കർ പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കത്തിൽ ഈ പറയുന്ന തോമസ് പണിക്കരൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും അത് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്നായിരുന്നു. അങ്ങനെയാണ് പിന്നെ മമ്മൂക്ക ഏറ്റെടുത്തിട്ട് മമ്മൂക്കയുടെ ഇതിലോട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഓരോ പടം വരുമ്പോഴും നമ്മൾ ഈ ലിയോ ചേട്ടൻ്റെ ഒപ്പം വളരെ കണക്റ്റഡ് ആണ്. പിന്നെ ഈ അടുത്ത് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് പുള്ളിനോടൊക്കെ അവസരമൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറ്റിയ പരിപാടികളൊന്നും ഇല്ലയെന്ന് പുള്ളി നേരിട്ട് പറഞ്ഞു. പക്ഷേ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് പുള്ളി എൻ്റെ അകത്ത് വേറൊരു അവസരം തന്നു. ഞങ്ങളൊരു 5 പേർക്ക് പുള്ളി നമ്മുടെ ലാലേട്ടൻ പാടുന്നൊരു പാട്ടുണ്ട്, മറ്റേ രാഗ രഗരഗ രാഗ, മനസ്സിലായോ? കുറേ അഗോറീസൊക്കെ ഇട്ടൊക്കെ ഇരുന്നുള്ള പാട്ട്. ആ പാട്ടിൽ കോറസ് പാടുന്നുണ്ട്. ലാലേട്ടൻ പാടുന്ന വാക്കിന് ഞങ്ങൾ 5 പേരാണ് കോറസ് പാടണം. ഇപ്പം മലയാളം പാട്ടിൽ അതിൻ്റെ അകത്ത് അങ്ങനെ പാടാനുള്ളൊരു അവസരം പുള്ളി എന്നെ കൊണ്ടൊക്കെ വിളിച്ച് പാടിപ്പിക്കുന്നു പറഞ്ഞു. മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. അത് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം വളരെ എൻജോയ് ചെയ്ത് ഞാനും എൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെ പറയാം, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് എനിക്ക്, പക്ഷേ എനിക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാനൊക്കെ ശരിക്കും അതിൻ്റെ അകത്ത് ഓരോ ഫ്രെയിമും എല്ലാം ആസ്വദിച്ച് പിന്നെ ഈ പറയുന്ന എക്സാക്ട്ലി ആസ്വദിച്ച് ഫ്രെയിമാണ് ഭയങ്കര. അതിന് മുമ്പ് അദ്ദേഹം ചെയ്തത് നൻപകൽ നേരത്തെ മയക്കമാണ്. ഇത് രണ്ടും തമ്മിലുള്ള എൻറ്റയർലി ഡിഫറൻസ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കി. രണ്ടിൻ്റെ ഫ്രെയിം എന്ത് വ്യത്യാസമുണ്ട് രണ്ടും. ഇത് ജനങ്ങൾ തിരസ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്നും ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്, ഇല്ലേ? ഞാൻ മോഹൻലാലിൻ്റെ ആളാണ്, മമ്മൂട്ടിയുടെ ആളാണ്. ഈ മമ്മൂക്ക ലാലേട്ടൻ എന്ത് സ്നേഹത്തിൽ പോകണം. ഞാനിപ്പോൾ ഈ ഫാൻ ഫൈറ്റ് വായിക്കുമ്പോൾ ഞാൻ അതിശയം. നൻപകൽ കഴിഞ്ഞിട്ട് പുള്ളി നേരെ പോകുന്നത് മലൈക്കോട്ടെ വാലിബൻ. എൻ്റെ അറിവിൽ അതാണ്, എൻ്റെ ഇടയിൽ ഇല്ല. ഈ രണ്ടിൻ്റെ ഫ്രെയിം തമ്മിലുള്ള ഒരു ഡയറക്ടറിൻ്റെ കഴിവല്ലേ അവിടെ അദ്ദേഹം കാണിക്കുന്നത്. അത് ചൂഷണം ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അതിനെക്കുറിച്ച് എന്ത് പറയാനാ? അല്ല, നിങ്ങൾ പറയണം. കാരണം എന്താ അറിയാമോ, നിങ്ങളൊക്കെ ഒരു ആർട്ടിസ്റ്റാണ്, നിങ്ങളെപ്പോലെ. ഇപ്പം ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലൈക്കോട്ടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പോയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പടം, പക്ഷേ അപ്പോഴും ആ പടം കൊണ്ട് നിർത്തിയത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമ വന്നു. ഈ ലോക എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ആ സിനിമ, ഈ മലൈക്കോട്ടെ വാലിബൻ, ഇതൊക്കെ ഹൈ ക്യാൻവാസിലാണ് എടുത്തേക്കുന്നത്, അല്ലേ? അല്ലാണ്ട് ഒരു ലോ ബഡ്ജറ്റിലൊന്നും ചെയ്ത സിനിമയൊന്നുമല്ല. ഇതിനെന്തിനാണ് ലോകം വന്ന കുറേ നെഗറ്റീവ്സ്. ലോകയുടെ കാര്യം പറയുമ്പോഴേ, നഹാസിന്റെ ആദ്യത്തെ പടം പറഞ്ഞല്ല, ആരവം. ആരവത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അനിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ്, അനിൽ നാരായണൻ.
പുള്ളിയായിരുന്നു ഈ ആരവത്തിൻ്റെ നമ്മുടെ നിന്നുപോയ പടം എന്ന് പറയുന്നത്. പോയ അനിലിൻ്റെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പടമായിരുന്നു തരംഗം. അതായത് ഇപ്പോഴത്തെ ലോകയുടെ ഡയറക്ടർ ഡൊമിനിക്കിൻ്റെ ആദ്യത്തെ പടം. ആദ്യത്തെ റൈറ്റിംഗ് പുള്ളിയായിരുന്നു, റൈറ്റിംഗ് അനിലായിരുന്നു. അനിലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ അനിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇപ്പോഴും ടൊവിനോ ആക്ട് ചെയ്ത തരംഗത്തിന്റെ റൈറ്ററായിരുന്നു അനിൽ. അപ്പോൾ ഈ അനിലിൻ്റെ ഫ്രണ്ടാണ് ഡൊമിനിക്ക്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഈ വൈകിട്ടൊക്കെ ഈ പനമ്പള്ളികളിൽ ഇങ്ങനെ സിനിമ വൈകിട്ടുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈവനിങ് ഒക്കെ വെറുതെ കറങ്ങിയ സിനിമ, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ സിനിമക്ക് പോകും, സിനിമക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ ഈ പനമ്പള്ളികളിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങളൊരു 5-6 പേരുടെ ഒരു ഗ്യാങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് ഈ സിനിമ ചർച്ചകളാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ സിനിമയുടെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിടെ വന്നിരിക്കുമ്പോൾ ആ കൂട്ടത്തിലൊക്കെ ഇടക്ക് അനിലിൻ്റെ അടുത്തോട്ട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആളാണ് ഈ ഡൊമിനിക്ക്. അപ്പോൾ ഈ ലോകയുടെ കാര്യങ്ങളും നമ്മളിത് കൂടുതലൊന്നും ചോദിക്കില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യണ കേൾക്കാം. പക്ഷേ അപ്പോൾ കഴിഞ്ഞ ഒരു 5-6 കൊല്ലോട് ഞാൻ ഈ ലോകം കേട്ടോണ്ടിരിപ്പുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ അത് ഡൊമിനിക്കിൻ്റെ നമ്മൾ കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പോൾ ഈ ലോകം ഇറങ്ങിയപ്പോൾ. ഡൊമിനിക്ക് എന്താണ് ചെയ്തേക്കണം, നമ്മൾ കുറേ 5-6 കൊല്ലോട് ഈ കൊറോണ സമയത്ത് ഫുള്ള് കേട്ടോണ്ടിരുന്ന കാര്യമല്ലോ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വേറൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ പരിപാടിയൊക്കെ നമ്മുടെ ചുറ്റും നമ്മൾ കേട്ടോണ്ടിരുന്ന കാര്യമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയാണ് സ്ക്രീനിൽ വരുമെന്ന് വിചാരിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തിയേറ്ററിൽ പോകുന്ന എന്തിനാണ്? നിങ്ങളൊരു സിനിമാക്കാരനാണ്, നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങളൊരു 2 മണിക്കൂർ സിനിമ ആസ്വദിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോടെങ്കിൽ പറയാം. 1.5 മണിക്കൂർ ഇംഗ്ലീഷ് മൂവികളുണ്ട്, മലയാള സിനിമയും വന്നിട്ടുണ്ട് 1.5 മണിക്കൂർ. അപ്പോൾ ഒരു 1.5 മണിക്കൂർ തുടങ്ങിയിട്ട് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറിന് മേലെ വരെ സിനിമകൾ പോകുന്നുണ്ട്. എന്തിനാണ് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ ഒരു മൂവി നമ്മൾ കാണാൻ വേണ്ടിയിരിക്കുന്നത്? എല്ലാം മറന്ന് അതിൻ്റെ ആസ്വദിച്ച് ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കാണ് സിനിമ പോകുന്നത്. ഞാൻ ചിലർ പറയില്ല നമുക്ക് കൂട്ടുകാരൊക്കെ കൂടി ഒരുമിച്ച് വന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കും ഭയങ്കര ഇഷ്ടം ഒറ്റയ്ക്ക് പോകാം. പക്ഷേ അന്ന് കുടുംബവഴക്കം ഉണ്ടാവും ഒറ്റയ്ക്ക്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ വൈഫ് പറയും അത് ഞാനും കൂടി വന്നിട്ടെന്ന് പറയും. അങ്ങനെയുള്ള സിനിമ മാത്രം വൈഫിനെ കൂട്ടിക്കൊണ്ടുപോകും. അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഒറ്റയ്ക്ക് പോകുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ റിലീസ് ചെയ്യുന്ന നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ റിലീസ് പടങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ഫാൻ ഫൈറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ അത് വിട്ടുപോകും? നമ്മൾ പറഞ്ഞു തന്ന അല്ല, എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. നിങ്ങൾ പക്ഷേ ഇപ്പോൾ അത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും അങ്ങനെ ഞാൻ ചോദിച്ച കാര്യം ആവശ്യമുണ്ടോന്നാണോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു ഞാൻ ചോദിക്കുന്നത് സിനിമ അതല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ഞാൻ ആ ചോദിച്ച ചോദ്യം ആവശ്യമാണ്. പക്ഷേ ആ ഫൈറ്റ് ആവശ്യമില്ല. ആ ഫൈറ്റ് ഓക്കെ ഫൈറ്റ് ആവശ്യമില്ല. അത് എന്ത് സിനിമ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് പരിപാടികളൊന്നും കയറി വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാനന്ന് അതിനെ കുറിച്ച് വേറൊരു കാര്യം പറയാം. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഭയങ്കരമായിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ പെപ്പയുടെയോ ആരെങ്കിലും ഒരു സിനിമ ഇറങ്ങി ഭയങ്കരമായിട്ട് അന്ന് രാവിലെ തുടങ്ങി അല്ലെങ്കിൽ ഇറങ്ങുന്ന ആ തലേ ദിവസം തുടങ്ങി അയാൾ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് അയാൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീൽ തല്ലിപ്പൊളി ഇപ്പം കണ്ടിട്ടില്ല, ഈ വ്യക്തി ഇത് കണ്ടിട്ടില്ല. സിനിമ തല്ലിപ്പൊളി മറ്റേത് മറിച്ചത്. സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവൻ്റെ ബാക്കപ്പായിട്ട് കുറേ വാലുകൾ എല്ലാവരും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ സിനിമ കാണാൻ പോകാനിരുന്ന ഫിജോ എന്ന് പറയുന്ന വ്യക്തി കേൾക്കുന്നത് അത് വളരെ മോശം റിവ്യൂ ആണ്. സ്വാഭാവികമായിട്ട് സിനിമാക്കാരനായതുകൊണ്ട് നിങ്ങൾ പോയി കാണും, അല്ലാത്തവർ ഞാൻ ചോദിക്കുന്നത് ഈ എ എന്ന് പറയുന്ന വ്യക്തി അയാൾക്കറിയൂ ഒരു സിനിമയുടെ പിന്നണിയിൽ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. എസ്പെഷ്യലി മലൈക്കോട്ട വാലിബാൻ എന്ന് പറയുന്ന ലിജോ സാറിൻ്റെ സിനിമയിൽ എത്രായിരം ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രമായിട്ടുണ്ടായിരുന്നു. എത്ര ആളുകളുടെ കഠിനാധ്വാനമാണ് ആ സിനിമ ഷൂട്ട് തീർക്കാൻ വേണ്ടി ലിജോ സാറ് എഫേർട്ട് എടുത്തേക്കുന്നത്. എ എന്ന് പറയുന്ന വ്യക്തിക്കറിയോ? അതൊന്നും അറിയില്ല. ഇപ്പം ഞാൻ പറയല്ല, ഈ മലൈക്കോട്ടയിൽ ഇപ്പോൾ ഞാൻ ഒരു പാട്ടല്ല പറ്റാത്ത പാടിയത്. ഈ പറയുന്ന അതിൻ്റെ തമിഴ് വേർഷനിൽ പാടി, കന്നഡ പാടി, തെലുങ്ക് പാടി, ഹിന്ദി പാടി. ആ പാട്ട് 5 ഭാഷയിലൊന്ന് പാടിയതാണ് ഞങ്ങൾ 5 പേര്. ആ പാട്ട് പാടാൻ എടുത്ത ബുദ്ധിമുട്ട് തന്നെ നമുക്കറിയാം. ഏക്കതറിയില്ല. ആ വ്യക്തിക്ക് അതറിയില്ല. അയാൾ എന്താ ചെയ്തേക്കുന്നത്? നിങ്ങൾ 5 ലാംഗ്വേജിലേക്ക് ആ പാട്ട് പാടാൻ എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ അവൻ്റെ മൊബൈലോ അവൻ്റെ ലാപ്പോ ഓപ്പൺ ചെയ്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം അവിടെ വെച്ച് അവനാവശ്യമുള്ളപ്പോൾ അതെടുത്ത് കുടിക്കുന്നു,
അവനത് ചെയ്യും, തോന്നിയ ദിവസം വിളിച്ച് പറയുന്നു. അവൻ എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു? ഞാൻ നാളെ എൻ്റെ ഒരു സിനിമ ഞാൻ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ നേരിടേണ്ടത് ഇത് തന്നെയല്ലേ? നിങ്ങൾ ചെയ്താലും നിങ്ങൾ നേരിടേണ്ടത് ഇത് തന്നെയല്ലേ? ഇത് തന്നെ നേരിടേണ്ടി വരും. അല്ലേ? ശുദ്ധ തോന്നിയാസമാണ്. ഈ തിയേറ്ററിൻ്റെ വാതിക്കയിൽ നിന്നിട്ട് ഈ അഭിപ്രായം പറഞ്ഞ പരിപാടി തന്നെ അവസാനിപ്പിക്കണം ആദ്യം. അതെ, ഒരു മൈക്കും കൊണ്ടിട്ട് വന്നിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആർക്കും വന്ന് ചോദിക്കാമെന്നുള്ള ഒരു പരിപാടി എന്തിനാണെന്ന് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാം. പക്ഷേ എവിടെ പോയിട്ടും കാര്യമില്ല. ഇത് അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ കിട്ടുന്നത് കൊണ്ടിട്ട്? അവിടെ വന്ന് ഈ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. സത്യമായിട്ടുള്ള കാര്യം തന്നെ. അങ്ങനെ താരങ്ങളായവരാണ് ഇപ്പൊ നമുക്കറിയാവുന്ന കുറെ ആൾക്കാർ. വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ അല്ലേ? വെബ് സീരീസിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് ചെയ്തതിൻ്റെ ക്യാരക്ടറൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, വെബ് സീരീസ് എന്താണെന്നുള്ളതല്ല ചോദിക്കുന്നത്. വെബ് സീരീസ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഫീലും സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അങ്ങനൊരു വ്യത്യാസം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന കാരണം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ വെബ് സീരീസ് ഒരു ഇതും നമ്മൾ വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ല, തീർച്ചയായിട്ടും അത് ശരിയാണ്. കൊറോണയുടെ ഇടയിലൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴുണ്ട് വെബ് സീരീസ് കണ്ടമാനം. മലയാളത്തിലാണ് അധികം ഇല്ലാത്തത്. മലയാളത്തിൽ വളരെ ഇറങ്ങുന്നതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ പരിപാടികളാണ്. ആദ്യമൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ആളുകളുടെ പരിപാടികളായിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ ആർട്ടിസ്റ്റുകൾ സിനിമ പോലെ തന്നെയായിരുന്നു വെബ് സീരീസ്. വെബ് സീരീസ് ഹിറ്റാക്കിയത് മണി ഹേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് മണി ഹേസ്റ്റ്. അതാണ് ശരിക്കും വെബ് സീരീസിന് കൂടുതൽ ജനപ്രീതി ആകർഷിച്ചെന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ. കാരണം അത് ഓരോ എപ്പിസോഡും കാണുമ്പോൾ അടുത്ത എപ്പിസോഡ് അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് അടുത്തത് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അത് എപ്പോഴാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര രസകരമായിട്ട് കണ്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതല്ല, ഒരു വെബ് സീരീസ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ. മലയാളത്തിലെ കേസ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. മലയാളികൾ എപ്പോഴും സമയം പിശുക്കുന്ന ഒരാൾക്കാരാണ്. ഷൂട്ടിൻ്റെ സമയമാണെങ്കിൽ പോലും മറ്റുള്ള ലാംഗ്വേജിൽ 100 ദിവസം 180 ദിവസം ഷൂട്ട് പോകുമ്പോൾ മലയാളത്തിൽ മാക്സിമം എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റും 35 ദിവസം 40 ദിവസം തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുന്ന ആൾക്കാരാണ് മലയാളികളുടെ ഒരു പ്രത്യേകത. അത് മറ്റുള്ള എന്താ പറയുക സിനിമാക്കാർ ലാംഗ്വേജ് ചെയ്യുന്ന തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും ഹിന്ദി ആണെങ്കിലും അവിടുത്തെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിക്കും മലയാള സിനിമയെ നിങ്ങൾ ഫോളോ ചെയ്യണം ഈ ഒരു കാര്യത്തിൽ. കാരണം വളരെ നിസ്സാര ദിവസം കൊണ്ട് അവർ സിനിമ ചെയ്ത് തീർക്കുന്ന ആൾക്കാരാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? അതാണ് ഞാൻ വെബ് സീരീസിൻ്റെ കാര്യം ചോദിച്ചത്. അതുകൊണ്ടാണ്. കാരണം ഒരു വെബ് സീരീസ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ഇരുന്ന് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ട്. കാരണം 40 മിനിറ്റ് വരെ ഒരു വെബ് സീരീസ് പോകുന്നത്. അതിൻ്റെ ഒരു 8 ഇതെന്ന് പറയുമ്പോൾ തന്നെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒന്നാമത്തെ കാര്യം നമുക്ക് ഫിലിമിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ അറിയാം. പക്ഷേ വെബ് സീരീസിൻ്റെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ല. മൊത്തത്തിൽ രീതി കുറേ വ്യത്യാസമുണ്ട് ഒന്നാമത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാനെന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നണല്ലോ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മേക്കിംഗ് പാറ്റേണിലുള്ളൊരു വ്യത്യാസമുണ്ട്. മേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ? അതിൽ ഓരോ സ്റ്റോറികൾ വന്ന് എൻഡ് ചെയ്യുന്നത് ഒരു പിന്നെ കുറച്ചുകൂടി എന്താ പറയുന്നത് സിനിമയിൽ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്നൊരു സംശയം. അതായത് ഞാൻ പറഞ്ഞ വലിയ വെബ് സീരീസ് അല്ല, ഈ ചെറിയ വെബ് സീരീസിൻ്റെ കാര്യമുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അങ്ങനെ ചെറിയ പരിപാടികളിലൊക്കെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തേക്കണം. അപ്പോൾ വലുതിൻ്റെ പരിപാടി എനിക്ക് തോന്നുന്നു സിനിമ പോലെയൊക്കെ തന്നെയൊക്കെ ആയിരിക്കും എന്ന് തോന്നണം. RDX അതിനുശേഷം RDX കഴിഞ്ഞ് പിന്നെ മൂവീസ് കൊണ്ടലുണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് റിലീസായത്. എന്തായിരുന്നു കൊണ്ടല്? അത് ശരിക്കും ഒരു ഇവിടെ ഒരു പെപ്പേടനോടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുപ്പിച്ച് അവർ മൂന്ന് പടങ്ങളോളം ഒരുമിച്ച് വന്നു. ഒരുമിച്ച് കൊണ്ടൽ വന്നിട്ട് ഇവിടെ 5 തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയേട്ട. 5 തെങ്ങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രിവാൻഡ്രം വർക്കലാപ്പുറം മനസ്സിലായി. 5 തെങ്ങ്. അപ്പോൾ ഷൂട്ടൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ ആ കഥയുടെ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായകൻ അവിടെ ഡയറക്ടർ അജിത് മാമ്പള്ളി എന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോസിയേറ്റൊക്കെ ആയിരുന്നു. പുള്ളി ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ തൊറയിൽ ഈ ഹാർബറിൽ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് അവിടെയുള്ള ലോക്കൽ കുറച്ച് അവിടുത്തെ പ്രമാണിമാരായിട്ടുള്ള പോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് നായകന് വിഷയം ഉണ്ടായിട്ട് പുള്ളി കടലിൽ പോകുന്നു. പിന്നെ
അതിൻ്റെ ഒരു 85% കടലിൽ തന്നെയായിരുന്നു സിനിമ. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്ത് എൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലെ വില്ലന്മാരിലെ ഒരാളായിട്ട്, അതായത് നമ്മളുടെ പഴയ തുരപ്പൻ ബാസ്റ്റനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജോജിയിലെ സണ്ണിച്ചേട്ടൻ്റെ അളിയനായിട്ട്, നമ്മുടെ പഴയ കിരീടത്തിൽ ഉഷ ചേച്ചിയൊക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് തുറ ഭരിക്കുന്ന ആൾക്കാരായിട്ട്, ഉഷ ചേച്ചിയുടെ ബ്രദറായിട്ട്. നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആ ഒരു കുറച്ച് കരയിലെ പോഷനൊക്കെ ഒത്തിരി കുറവായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷേ അത് നല്ലൊരു സിനിമയായിരുന്നു. എനിക്കും അത്യാവശ്യം കുറേ ആളുകളൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞൊരു സിനിമയാണ്. മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കൊണ്ടലിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പെപ്പെ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയണം. എന്താണെന്ന് വെച്ചാൽ പെപ്പെ വളരെ സെലക്റ്റീവായിട്ട് മാത്രം സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. കഥകൾ കേട്ട് ഞാൻ അറിഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. കഥകൾ കേട്ട് അദ്ദേഹം അത് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്തതാണ്. പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഥ ആദ്യം ഒന്ന് ഡൈജസ്റ്റ് ആവണം. അപ്പോൾ പുള്ളിയുടെ കഥ കുറച്ച് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഡൈജസ്റ്റ് ആവണം, കഥ മോശമൊന്നുമില്ല, പിന്നെ ഞാനൊന്ന് പറയാം എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പുള്ളി അത്രയും സെലക്റ്റീവായിട്ടാണ് പെപ്പെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ നല്ലൊരു പടമായിരുന്നു. തിയേറ്ററിൽ അത്ര ഇതായില്ല, പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ ഒക്കെ ഇപ്പം നല്ല അഭിപ്രായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ അധികം ഉണ്ടായിരുന്നില്ല എന്നാണ് കൊണ്ടലെന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെയായിരുന്നു, കഴിഞ്ഞ ഓണത്തിനായിരുന്നു ഇറങ്ങിയത്. കറക്റ്റ്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, പക്ഷേ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോഴും പലരും ഇത് പറഞ്ഞ തിയേറ്ററിൽ തന്നെ പോയി കാണണ്ടായിരുന്നു. അങ്ങനെ അല്ല, ചില സിനിമകൾ അങ്ങനെയാണ്. തിയേറ്ററിൽ പോയി അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അതായത് ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ അത് തിയേറ്ററിൽ പോയി കാണാണ്ട് മൊബൈലിലിരുന്ന് കണ്ടിട്ട് ടി വിയിൽ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമില്ല. അത് തിയേറ്റർ എഫക്റ്റ് തന്നെയാണ്. അത്രേ ഉള്ളൂ. ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇതിനെയാണ് ആളുകൾ ചില എ എന്ന് പറയുന്ന ആൾക്കാർ, ബി എന്ന് പറയുന്ന ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നത്. സങ്കടം തന്നെ കേട്ടോ. നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? നെക്സ്റ്റ് ഇനിയിപ്പോൾ ഈ അടുത്ത ഒക്ടോബർ 16 തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് സ്റ്റേറ്റ് നാഷണൽ അവാർഡൊക്കെ സച്ചിൻ ബാബു, കനി കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂവി ഇപ്പോൾ റീമ കല്ലിങ്കിൽ നായികയായിട്ട് തിയേറ്റർ. ഭയങ്കര വിവാദമായൊരു സിനിമയായിരുന്നു അത് ബിരിയാണി. ഭയങ്കര വിവാദമായൊരു സിനിമയായിരുന്നു. ഇപ്പോൾ ഇതാണെന്ന് തിയേറ്റർ ആണെങ്കിലും കുറേ ഏതോ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകൾക്കൊക്കെ പോയി ഏതൊക്കെയോ അവാർഡുകളൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീമക്കാണെന്നുണ്ടെങ്കിലും ഇതിന് ഫിലിം ക്രിറ്റിക്സോ എന്തോ ഈ അടുത്ത് അവാർഡ് കിട്ടിയിരുന്നു. തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒക്ടോബർ 16 റിലീസാണ്. അതിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വന്നിപ്പോൾ റിലീസ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസം അനന്തങ്കാട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ ഡബ്ബിംഗ് ആയിരുന്നു, അഭിനയിച്ചതല്ല. പക്ഷേ ഡബ്ബിംഗ് ആണെങ്കിലും ഞാൻ ഡബ്ബിങ്ങും അത്യാവശ്യം കുറച്ച് പരിപാടികളൊക്കെ ചെറിയ പരിപാടികളായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അനന്തങ്കാട്. പിന്നെ വേറൊരു പ്രൊജക്റ്റ് കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, തുടങ്ങാൻ നിൽക്കുന്നത്. ഓക്കെ, കൺഫേം ആയിട്ടില്ല. കൺഫേം ആവട്ടെ, പ്രാർത്ഥിക്കണം. ഞാൻ ഈ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണേ, ഇപ്പം എൻ്റെ ഈ സൗണ്ട് എൻ്റെ പ്രോപ്പർ സൗണ്ട് ഇതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഇതല്ല സലീമേട്ടൻ പറഞ്ഞതല്ല. അല്ല, ഞാൻ ശരിക്കും ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഫുൾ ക്ലീൻ ഷേവ്, താടി മീശ ഒന്നുമില്ല. ഇപ്പം ഈ താടി മീശ വെച്ചുകൊണ്ട് കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ വേറൊരു നടന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിശാന്ത് സാഗർ എന്ന് പറഞ്ഞ പഴയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിശാന്ത് സാഗർ നമ്മുടെ ആർട്ടിസ്റ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ഒരു നമ്മുടെ ജോക്കർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴുള്ള ഒരു ഫേസസ് അങ്ങനത്തെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നേരത്തെ തന്നെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ സൗണ്ടിൻ്റെ ഫേസ് പറഞ്ഞാണ്, ഈ ഡബ്ബിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനപ്പോൾ ഈ അനന്തങ്കാടിൻ്റെ ഡബ്ബിങ് വന്ന് അപ്പോൾ എറണാകുളത്ത് വെച്ചായിരുന്നു. ട്രിവാൻഡ്രം സ്ലാങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ രാവിലെ തൊട്ടന്ന് രാത്രി വരെ ഒരു ദിവസം ഫുള്ള് പോയത്. രാവിലെ 9 മണിക്ക് എന്തോ സ്റ്റുഡിയോ കയറിയിട്ട് രാത്രി 11 വരെ. അപ്പോൾ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ സൗണ്ട് ആവശ്യമുള്ളിടത്ത് ആവശ്യമില്ലാത്തടത്തൊക്കെ കൊടുത്ത് തൊണ്ടൊക്കെ ചെറിയ സ്ക്രാച്ച് വീണെന്ന് തോന്നുന്നു. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തൊണ്ട ശരിയായിട്ടില്ല. അത് ഡബ്ബിങ് പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ജല്ലിക്കെട്ട് ഇറങ്ങിയ സമയത്ത്, ജല്ലിക്കെട്ട് കഴിഞ്ഞ സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ സിനിമ ഓർക്കുന്നുണ്ട്? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് വല്ലതും ഓർക്കുന്നുണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് ഇല്ല അതിൻ്റെ അകത്ത്. ഓ ഈ പോത്ത് വരുമ്പോഴുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനത്തെ വോയിസാണ്. അപ്പം ഞങ്ങൾ അക്കപ്പല്ല. അപ്പം ഞങ്ങൾ പൂമാലക്കാരെ കൊണ്ടാണ് ലിജോ ചേട്ടനെന്ന് പ്രശാന്ത് പുള്ളിയായിരുന്നു മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ. അപ്പോൾ പുള്ളിനെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളി അതോ തായ്ലൻഡിൽ ഏതോ ബുദ്ധിസ്റ്റ് മങ്സോ അവരുടെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കായിരുന്നു വെച്ചാണ് ആ സൗണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ട്രയൽ എടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൊള്ളാമെന്ന് തോന്നിയിട്ട് അതിൻ്റെ അകത്ത് ഈ ജല്ലിക്കെട്ടിലെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഈ എൻ്റെ അടക്കം ഞങ്ങളാ ഒരു ഗ്യാങ്ങിൻ്റെ ആയിരുന്നു, എക്കപ്പല്ല. അപ്പോൾ ഈ സൗണ്ടിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടുമൊക്കെ ഒരു ഇപ്പോൾ എനിക്ക് അഭിനയം ഡബ്ബിങ് ഏതാണെങ്കിലും ഓക്കെ. ഇപ്പോൾ അഭിനയവും ഡബ്ബിങ്ങും എല്ലാം നിങ്ങൾക്ക് റൈസാണെന്ന് പറഞ്ഞത്. എന്താണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? അതിനോട് വല്ല താല്പര്യമുണ്ടോ? ഫ്യൂച്ചറിൽ വല്ലതും ചെയ്യാൻ? ഡയറക്ഷനോടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എപ്പോഴും ആലോചിക്കും. ഞാൻ സത്യത്തിൽ ആലോചിച്ച് കിടക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു ത്രെഡ് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അവർ അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ ആലോചിക്കും എന്താണ് നമുക്ക് പറ്റിയ, നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ഇത്രയും വർഷമായി ഇങ്ങനെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഓർമ്മയുള്ളപ്പോൾ മുതൽ സിനിമ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായ ഒരു ത്രെഡ് കാര്യങ്ങൾ വികസിപ്പിച്ചെടുത്ത് സ്ക്രിപ്റ്റാക്കാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഡയറക്ഷൻ പരിപാടി അങ്ങനെയൊന്നുമല്ല, പക്ഷെ അല്ലാണ്ട് കഥാപരിപാടികൾ. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങളിപ്പോൾ ഏകദേശം 2014 തുടങ്ങിയിട്ടല്ലേ? 14 തുടങ്ങിയിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ 17 മുതലാണ് സജീവമായിട്ട്. ഏകദേശം 2012 തുടങ്ങിയിട്ട് ഞാനും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. യങ് ജനറേഷൻ ഇപ്പോൾ വരുന്ന കുറേ ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തിനോട് ഓപ്പണായിട്ട് പറഞ്ഞ കാര്യം, ഒരു ലേഡി എന്തുകൊണ്ട് സിനിമ ചൂസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കാര്യം, സിനിമയിൽ നിന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, സിനിമയിൽ നിന്ന് പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാക്കാം, വേറെ എവിടെ വർക്ക് ചെയ്താലും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, സിനിമയിൽ നിന്ന് പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാക്കാം, സിനിമയിൽ നിന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ഞാനതിന് ആൻസർ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. ഇതൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മളെ പോലുള്ളവർ വന്നേക്കുന്നത്. കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളവരത് പറയുമ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം. അത് ഈ പോഡ്കാസ്റ്റ് ഞാനൊരിക്കലും ഇങ്ങനൊരു സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. രന്യ എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടറാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ സ്ക്രൂ കയറ്റി, എൻ്റെ വൈഫാണ് സ്ക്രൂ കയറ്റി ഇത് ചെയ്യിച്ച തന്നെ. ഇത് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, 2016 യൂട്യൂബ് എന്ന് പറഞ്ഞ ചാനലൊക്കെ വരുന്ന സമയത്ത് ജാൻവി ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഇതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നോർമൽ പോഡ്കാസ്റ്റ് അല്ല, നോർമൽ ഇൻ്റർവ്യൂസ്. പള്ളിയിലെ അച്ഛന്മാർ, അച്ഛൻ എന്ന് വെച്ചാൽ പള്ളിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അച്ഛൻ. അദ്ദേഹം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു പുള്ളി. കാരണം പുള്ളി ഒരു ഓൾറൗണ്ടറാണ്, പാട്ട് പാടും, കലയെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കും, അങ്ങനെയുള്ള ഒരാൾ. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മൾ ചെയ്ത് പോയിരുന്നു. ഞാനൊരു മടിയനായത് കൊണ്ടിട്ടാണ് നിർത്തേണ്ടി വന്നത്, ഉള്ള കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ളൊരു അവസരം പോലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം ലേസി ആയിട്ട് പോകുന്ന ഒരാളാണ്. മടിയെന്ന് വെച്ചാൽ പണികൾ കിട്ടിയതുകൊണ്ടുള്ളൊരു മടിയായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആ ഒരു പെൺകുട്ടിയോട് സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന് ആണ് ചൂസ് ചെയ്തതെന്ന് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടിയാണ്. ഞാൻ അതാണ് ഇത്രയും പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പ്രശസ്തി നേടാൻ സാധിക്കും, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് മലയാള സിനിമയിൽ അങ്ങനെ പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടോ? പിന്നെ നിവിൻ പോളി പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. അദ്ദേഹം എന്തൊരു കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ഇതിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നസ്ലിനാണ്. പെട്ടെന്ന് വന്നതാണ്. നസ്ലിന് വന്നാലും എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം അല്ലേ? തണ്ണീർമത്തനിൽ ചെറിയ ക്യാരക്ടറായിട്ട് വന്നു, പക്ഷേ ടപ്പ് 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 കയറി. അതെ അതെ, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയറിയ ഒരു ചെറുപ്പക്കാരിലെ പുള്ളി മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയേക്കണം. ഇപ്പോൾ വന്നേക്കുന്നത് തീർച്ചയായിട്ടും അയാളും അതിനനുസരിച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം. ഉണ്ടാവാതെ
അതിന് മുന്നേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയിരുന്നു കേട്ടിട്ടുണ്ട്. ആ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ പറഞ്ഞാൽ ഞാൻ ചെറിയ സിനിമകളിലൊക്കെ ഞാൻ ഇങ്ങനെ അതെ, മുഖങ്ങൾ അതെ, കണ്ടിട്ടുണ്ട്. അതെ, ആ അതെ, അതെ. ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മത്തനങ്ങളിലൊരു വേഷം നന്നായിട്ട് കിട്ടി എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നേ പുള്ളി ഉണ്ട്. എന്താണ് ഇന്നത്തെ യങ് ജനറേഷൻ അവർക്ക് ഫിജോ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഇല്ലെങ്കിലും എനിക്ക് അവരോടൊക്കെ ഭയങ്കര ബഹുമാനവും എന്താ പറയുന്നത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിലൊന്നും നമുക്കൊന്നും ഇതിൻ്റെ ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. സിനിമ എന്നുള്ളത് തീർച്ചയായിട്ടും എങ്ങനെ മുന്നോട്ട് പോകും, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അവരൊക്കെ ഇതൊക്കെ ഇപ്പോഴേ അതൊക്കെ എന്താ പറയുന്നത്, ധൈര്യം എന്ന് പറയുമോ അല്ലെങ്കിൽ സാഹസം എന്ന് പറയുമോ അറിയില്ല. പക്ഷെ പക്ഷേ ഈ വരുന്നവരിൽ എത്ര പേര് രക്ഷപ്പെടും ഇതൊന്നും നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ ഉള്ളൊരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവരുടെ സപ്പോർട്ടുണ്ട്. അതിന് മുന്നേ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റക്കാണ്. ആ സമയത്ത് ആരും വീട്ടുകാരാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്താൽ പോലും നാട്ടുകാർ ബന്ധുക്കൾ ഇവരാരും വെച്ചേക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന പിള്ളേരോടൊക്കെ ഭയങ്കര എന്താ പറയുക, സല്യൂട്ട് അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സമ്മതിക്കണം അവരെ. അത് ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്ന് വരുന്ന അതാ ജനറേഷൻ്റെ ഒരു ഇതായിരിക്കും. ഇന്നത്തെ ജനറേഷന് സിനിമയിലേക്ക് വരുന്ന എല്ലാവരുടെയും ഒരു അവർക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാ സിനിമയും ഷൂട്ട് എടുക്കുന്നത് എറണാകുളത്തുണ്ട്. അതെ, നിങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ അതെ, 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 അതെ. ഇപ്പം അന്നത്തെ ചെന്നൈയാണ് ഇന്ന് എറണാകുളം എന്ന് പറയുന്നത്. ഇന്ന് കൊച്ചിയിൽ എല്ലാം ഉണ്ട്. അന്നൊരു സിനിമ സൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെന്നൈ പോകണം, അത്രേ ഉള്ളൂ. ഇന്ന് ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയായിരുന്നു കരൺ പ്രസാദ് എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയർ, നമ്മുടെ വൈറ്റിലയിലുള്ളതാണ്. പുള്ളി 140-ൽ പരം സിനിമ പുള്ളി ചെയ്തു. ഇന്ന് പുള്ളിയുടെ ആ സ്റ്റുഡിയോയിൽ പുള്ളിയുടെ കൂടെ ഒരുപാട് ആളുകൾ പുള്ളീനെ അസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി വർഷങ്ങളോളം പോയി ചെന്നൈ പോയി നിന്നിട്ടാണ് പുള്ളി പഠിച്ചത്. അപ്പോൾ ഇന്നെല്ലാം നമ്മുടെ കൈ വെള്ളയിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് സംസാരിച്ചില്ല, നമ്മൾ വളരെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളാണ് സംസാരിച്ച് പോയേക്കുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ പറയാനായിട്ട്? വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഥ, എന്നോട് നേരത്തെ ചോദിച്ചില്ലേ ഇതിൻ്റെ അകത്ത് എന്തിനോടാണ് താല്പര്യം എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടക്കാലത്ത് വെച്ച് പരിചയപ്പെടാൻ ഇടയായിട്ടുള്ള ഒരാളായിരുന്നു ഫാദർ ഡാനി കപ്പുച്ചി, നമ്മുടെ വരയൻ സിനിമയുടെയൊക്കെ റൈറ്റർ ഫാദർ ഡാനിയച്ചൻ. അപ്പോൾ ഈ ഡാനിയച്ചൻ തന്നെ എനിക്കൊരു അത്ഭുതമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു പ്രീസ്റ്റ് ഉള്ളതാണ് ഉണ്ടായിരുന്ന ഫാദറിൻ്റെ ചേട്ടൻ മോൺസിഞ്ഞർ മാത്യു ചക്കാലക്കൽ എന്ന് പറയുമ്പോൾ അച്ഛന്മാരെങ്ങനെയാണ് ഈ ജീവിത രീതികൾ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരാൾ സിനിമേനെ പ്രാന്തമായിട്ട് സ്നേഹിക്കണത് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ ഡാനിയച്ചന് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ഡാനിയച്ചനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡാനിയച്ചനൊരു 3-4 സിനിമയെങ്കിലും അച്ഛൻ്റെ ഉടനെ ഉണ്ടാവുന്നു, മിനി സ്ക്രീനിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് അച്ഛൻ്റെ തന്നെ ഒരു സ്ക്രിപ്റ്റിൽ അത്യാവശ്യം എൻ്റേതായ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എഴുതാനോ കാര്യങ്ങളല്ല, അച്ഛനാണ് എഴുതണമെങ്കിൽ പോലും ആ കഥയിൽ അച്ഛൻ നമുക്കത് ഇങ്ങനെ ഞാൻ തീരുമാനിച്ചു എൻ്റെ അടുത്ത പോഡ്കാസ്റ്റ് അച്ഛനായിരിക്കും. അടിപൊളി 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 അടിപൊളി. അച്ഛൻ ഇതെന്തായാലും കേൾക്കുമെന്ന് എനിക്കറിയാം. അച്ഛാ ഞാൻ ഇതിലൂടെ തന്നെ അച്ഛനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അച്ഛൻ വരണം, തീർച്ചയായിട്ടും അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു അച്ഛനുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അതെ, അങ്ങനെ ഒരു അച്ഛൻ സിനിമ ഇത്ര പ്രാന്തമായിട്ട്. അപ്പം ഞാൻ അച്ഛനെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിതിൻ്റെ പേര് തേടി അച്ഛൻ്റെ. അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ അല്ല. അപ്പം അച്ഛൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അപ്പൂപ്പൻ പണ്ട് സിനിമ നിർമ്മിക്കാൻ എന്നും പറഞ്ഞ് ചെന്നൈക്ക് വീട് വിട്ടു പോയ ആളാണ്. എന്നിട്ട് എല്ലാം അവസാനിപ്പിച്ചിട്ട് ലാസ്റ്റ് നാട്ടിൽ തിരിച്ചെത്തിയ ഏട്ടാ നിർമ്മിച്ച സിനിമ എനിക്ക് തോന്നുന്നത് ചാക്കോച്ചൻ്റെ ഫാദറോ അങ്ങനെ ആരോ, അത് അച്ഛനോട് ചോദിക്കുമ്പോൾ അറിയാം. അതൊക്കെ എന്തായാലും ആ സമയത്തൊന്ന് ചോദിച്ചാൽ രസമായിരിക്കുള്ളൂ, അത് കേട്ടിരിക്കുന്നവർക്കും രസമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും. അച്ഛൻ ആ വരയൻ ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു, പക്ഷേ അത്ര അധികം അച്ഛൻ കൂടുതലും സഭയുടെ ചാനലുകളും കാര്യങ്ങളും, അച്ഛന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അങ്ങനെ ഇതിലൊക്കെയാണ് അച്ഛനെ കണ്ടേക്കണം. അല്ല അടിപൊളിയായിരിക്കുള്ളൂ. നമുക്ക് എന്താ പറയുന്നത്, ഇത് നമ്മൾ ഇങ്ങനെ ഈ കോൺവെർസേഷൻ നമ്മൾ സംസാരിച്ച് പോയാൽ നിങ്ങൾ സംസാരപ്രിയനാണ്, ഞാനും സംസാരപ്രിയനാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്കൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും കൂടി ഒരു ഫ്ലാറ്റിൽ പോകണം, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ. അപ്പോൾ ഞങ്ങൾ ശരി കാണാൻ പോകുന്നത് വേറൊരു വ്യക്തിനെയാണ് കാണാൻ പോയത്, സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി തന്നെ. വൈറ്റ് ലൈനിൽ ഒരു ഫ്ലാറ്റിലാണ് പോകുന്നത്, ബിൽഡിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയ ആളുടെ ഫ്ലാറ്റിൽ പോയി അദ്ദേഹത്തെ കണ്ടു. സംസാരിക്കുന്ന സമയത്തുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാമെന്ന് പറഞ്ഞു എന്നെ എൻ്റെ വൈഫിനെയും കൂടി പുള്ളിക്കാരൻ അതിന് തൊട്ട് താഴെയുള്ള ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പ്രായമായിട്ടുള്ളൊരു വ്യക്തി, നല്ല സുന്ദരനാണ്, നല്ല പ്രായമുണ്ട്. എപ്പോൾ നോക്കിയാലും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കയ്യിൽ, സിഗരറ്റിൻ്റെ പാക്കറ്റുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചേക്കുന്നത്, ഓർമ്മയുണ്ടാകുന്നറിയില്ല, അട്ടിക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത്. പുള്ളി ഹാർട്ടിന് എന്തോ ഓപ്പറേഷൻ എന്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു, പക്ഷെ പുള്ളിക്ക് ഇതില്ലാണ്ട് പറ്റില്ല. പുള്ളി സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണേ. ചെന്നു, പരിചയപ്പെട്ടു, പുള്ളിയുടെ പേര് പറഞ്ഞു. ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല, പക്ഷെ പുള്ളി ഒരു നിർമ്മാതാവായിരുന്നു. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ നസീർ ഖാൻ്റെ സിനിമ ചെയ്ത പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതും കൂടി കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പറന്നുപോയി. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമയുടെ ഒരു കാലത്തെ ഹിറ്റ് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ അമ്മായപ്പനാണ്. സ്വന്തമായിട്ട് ഫ്ലോറൊക്കെ ഉണ്ടായിരുന്ന, ഷൂട്ടിംഗ് ഫ്ലോറൊക്കെ ഉണ്ടായിരുന്ന ലോഹം എന്ന് പറയുന്ന സിനിമ വരെ ആ ഷൂട്ടിംഗ് ഫ്ലോറിൽ വെച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ, സിയാദ് ഖോഖർ എന്ന് പറയുന്ന സിയാദ് ഖാൻ്റെ അമ്മായപ്പനാണ്. സിയാദ് ഖാൻ എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ, എൻ്റെയൊക്കെ കുഞ്ഞിലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പുള്ളി, സിയാദ് ഖാൻ. അപ്പോൾ സിയാദ് ഖോഖറിൻ്റെ അമ്മായപ്പൻ, അദ്ദേഹത്തിനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹം എന്നെയായിട്ട് കഥ ഡിസ്കഷൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ പോലും എൻ്റെ അടുത്ത് ഞങ്ങൾ പുള്ളിക്ക് വേണ്ടി ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ഓഫർ ഞങ്ങൾ ചെയ്തു. പക്ഷേ ഞങ്ങളെ കൊണ്ടുപോയ ആൾ അവൻ അതിനിടയിൽ കിടന്ന് കളിച്ചത് കൊണ്ട് മാത്രം അത് നടക്കാണ്ടിരുന്നതാണ്. പിന്നെ നടക്കുമോ ഇല്ലെന്ന് നമുക്കന്ന് അറിയില്ല. കാരണം ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറയുന്ന സിനിമ അത് എങ്ങനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെയ്താൽ അന്നത് അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല, അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സിനിമക്ക് ഒരു പുതിയ രീതിയിൽ, പുതിയ ക്യാമറ ടെക്നിക്കൽ വശങ്ങൾ പുതിയത് വെച്ചുകൊണ്ട് അതേ സ്റ്റോറി തന്നെ, എനിക്ക് തോന്നുന്നു എം ടി സാറിൻ്റെ സ്റ്റോറിയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രൊഡ്യൂസറിന് പുള്ളി പറഞ്ഞാണ്, എൻ്റെ അടുത്ത് എല്ലാ റെക്കോർഡ്സും ഉണ്ട്, ഞാൻ നേരത്തെ തന്നെ ഇത് വാങ്ങിയതാണ്, എനിക്ക് എന്തുകൊണ്ട് ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ. അദ്ദേഹം ആ സിനിമ ഞങ്ങൾ ആയിട്ട് ഒരു മണിക്കൂറുകളോളം ഞങ്ങളിടയ്ക്ക് അങ്ങനെ പോകുമായിരുന്നു, ഞാനും വൈഫും കൂടി പുള്ളിനെ കാണാൻ പോകും. 1-2 വട്ടേ പോയിട്ടുള്ളൂ. പോയി അദ്ദേഹത്തിനെ കാണാൻ പോയി സംസാരിക്കും, കഥയുടെ കാര്യം പറയും. അപ്പോൾ പുള്ളി പറയും, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൃഥ്വിരാജിനെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യണമെന്ന്. സത്യം. അങ്ങനെ ഞങ്ങളത് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, മോൻ ചെയ്തോ. ഞാൻ പറഞ്ഞു, പുള്ളി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്, ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രായം എനിക്ക് തോന്നുന്നു അന്ന് തന്നെ 10-70 വയസ്സിന് മേലെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മേലെ ഉണ്ടാവും. പക്ഷെ സുന്ദരനാണ്, ആരോഗ്യത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, എഴുന്നേറ്റ് നടക്കുമൊന്നുമില്ല, മീൻസ് നടക്കണമെന്ന് അങ്ങനെ സിഗരറ്റ് എടുക്കാൻ വേണ്ടി നടക്കും, അത്രേ ഉള്ളൂ. പക്ഷേ പുള്ളി എന്താ പറയുക, നിങ്ങൾ ചെയ്തോ കഥ, നിങ്ങൾ അതിൻ്റെ കഥയിൽ മാറ്റങ്ങളൊന്നും വരുത്തരുത്, നിങ്ങളതിന് ഒരു ന്യൂ മോഡൽ. പക്ഷേ എനിക്കത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു. അതപ്പം തന്നെ നസീർക്ക ചെയ്ത ആ ഒരു ക്യാരക്ടർ ഇന്നത്തെ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റിൽ പൃഥ്വിരാജിനെ കൊണ്ട്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നല്ലതുണ്ടാവാം, പക്ഷേ എനിക്ക് അന്ന് തോന്നിയത് അത് പൃഥ്വിരാജിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്ന ആ വ്യക്തി തന്നെ അതിനിടയിൽ ഒരു പാര പണിതത്. ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നു, കാരണം അതിനാണല്ലോ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അയാൾ ഇങ്ങോരായിട്ട് പോയി പറഞ്ഞ്, വേണ്ട അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് പുള്ളി അത് എന്തൊക്കെയോ പിന്നെ നടന്നില്ല. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, മരിച്ചു അതിന് ശേഷം. അപ്പം അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് നമ്മുടെ ഇതിൽ. ഞാനിതിൻ്റെ കൂടാതെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഇനി വേറെ എക്സ്ട്രാ എല്ലാവരും പറയാണ്ടെങ്കിൽ പറഞ്ഞു. അതൊക്കെ തന്നെ എന്താ പറയുന്നത്, സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകും. അതെ, ടൈം ഒരുപാട് നമുക്ക് പോകും. എന്തായാലും എല്ലാവരോടും ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഫിജോ ഫിലിപ്പിനോട് തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ഈ ഒരു സെഷനിൽ വരാനിരുന്നേച്ചത് വേറൊരു വ്യക്തിയാണ്. അദ്ദേഹം ആക്ടിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൂടാണ്ട് കാസ്റ്റിംഗ് ഡയറക്ടറാണ്.
ഒരു ഫിലിം ചെയ്യാൻ ഡയറക്ഷൻ ചെയ്യാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ്. പുള്ളി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1:45 രാത്രി പുലർച്ചെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, സച്ചിൻ ഭായ് സോറി എനിക്ക് വരാൻ പറ്റില്ല, ചെറിയൊരു കാര്യമുണ്ട്, ഞാൻ അതിൻ്റെ പുറകിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ രാവിലത്തെ സ്ലോട്ട് എന്ത് ചെയ്യും, എനിക്ക് വെറുതെ വന്ന് ഇവിടെ ഇരിക്കണ്ടേ എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ തവണ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് പോയതാണ്, ജിൻഡോ. നന്ദി ജിൻഡോ സാറേ, ഒരുപാട് നന്ദി. ജിൻഡോനോട് എനിക്കൊരു താങ്ക്സ്. അതായത് എനിക്കിതുപോലെ ഒരു അവസരമാണ്. അപ്പോൾ ഞാനപ്പോൾ ജിൻഡോനോട് ജിൻഡോ, ഞാനീ പറയുന്ന പോലെ ഒരിടത്ത് എത്താത്ത ഒരാളാണ്. അപ്പോൾ ജിൻഡോ പറഞ്ഞത്, എനിക്കറിയാം, നിങ്ങൾ സിനിമ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കും വേറെ വല്ല വിഷയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും ജിൻഡോ അത് ശരിയാവില്ലെന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് വരാനുള്ള ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സിനിമയാണ്. ഞാൻ മമ്മൂക്കാനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ദുൽഖറിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി സംസാരിക്കാൻ പറ്റും. സംസാരിക്കാൻ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ഞങ്ങളുടെ ഇതിൽ വരുന്നത് ഉഷേച്ചി. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞാനതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചേച്ചിനോട് വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വെക്കേഷനാണ് ചെങ്കോൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. ചേച്ചിയുടെ ഫിലിം അന്ന് ഞാൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഉള്ളപ്പോൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ നിന്ന് വിടില്ല സിനിമയ്ക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള 1-2 കൂട്ടുകാരൊക്കെ കൂട്ടിയാൽ ഞങ്ങൾ വെക്കേഷനാണെങ്കിൽ സിനിമ പോയിക്കോന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, എത്രാം ക്ലാസ്സാണെന്ന് ഞാൻ മറന്നുപോയി, സ്കൂളിൽ പഠിക്കുമ്പോൾ പോയി കണ്ടൊരു സിനിമയാണ് ചെങ്കോല്. പക്ഷേ ഈ ചെങ്കോല് കാണുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ദിവസങ്ങളിൽ എൻ്റെ കണ്ണിലെന്തോ തറച്ചിട്ട്, ഈ എറണാകുളത്ത് ഒരു പുത്തൂരാൻ ഡോക്ടർ ഉണ്ട്, ഐ ക്ലിനിക്ക് ഉണ്ട്. ഈ അന്ന് പുത്തൂരാൻ ഡോക്ടർ എൻ്റെ കണ്ണ് കെട്ടിവിട്ടു. പക്ഷെ ഞാൻ ഈ സിനിമക്ക് പോകാൻ പോയപ്പോൾ എൻ്റെ വീട്ടുകാരും തടഞ്ഞില്ല ഈ ഒറ്റക്കണ്ണും കൊണ്ട്. അങ്ങനെ ഞാൻ ഈ ഉഷ ചേച്ചിയാണ് എൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ. അതെ, ഈ സിനിമ ഞാൻ ഒറ്റക്കണ്ണ് വെച്ചിരുന്നിട്ടാണ് സവിതയിലാണ് കണ്ടതെന്ന് എനിക്കറിയാം. ഒറ്റക്കണ്ണ് വെച്ച് സിനിമ കാണുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഞാൻ ഈ കഥ ഉഷ ചേച്ചിനോട് പറഞ്ഞു. അപ്പം ഞാൻ ഉഷ ചേച്ചിനോട് പറയണായിരുന്നു, അന്ന് ഈ സിനിമയോടുള്ള ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഈ ഒറ്റക്കണ്ണ് വെച്ചും പോയി സിനിമ കണ്ടത്. പക്ഷെ ഇന്ന് ഞാൻ ഉഷ ചേച്ചിയുടെ അന്യനായിട്ടാണ് ഈ അല്ലേ. അപ്പൊ ഉഷ ചേച്ചിക്ക് തന്നെ അത്ഭുതം. ഇതുപോലെ ചെറുതായിരുന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഉഷ ചേച്ചിയുടെ പടം കണ്ടൊരുത്തനാണ് ഇപ്പൊ. അപ്പൊ ഞാനിതൊക്കെ വിചാരിക്കുന്നത്, ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ ഒരു ഇതിനോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സിനിമയുടെ പുറകെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഇതായത് കൊണ്ടായിരിക്കാം ഇങ്ങോട്ട് വരും കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങോട്ട് വന്ന് കിട്ടുന്നു, തേടി വരുന്നുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നതാണ്. വേറെ നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കണമെന്നില്ല. ഇപ്പൊ ജിൻഡോ ആണെങ്കിലും അത്യാവശ്യം ഫെയിം ആയിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, ജിൻഡോ ഈ പറയുന്നത് ഞങ്ങൾ സിനിമാക്കാരിൽ ഒരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമ അനൗൺസ് ചെയ്തു, നാടക നടൻ. അപ്പോൾ അത് ഇവിടെ എനിക്കെടുത്ത് പറയേണ്ട കാര്യമാണ്, കാരണം നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് പറയേണ്ട കാര്യം തന്നെയാണ് നാടകടൻ. അതേപോലെ തന്നെ ഇപ്പോൾ സൈനു ചാവക്കാടൻ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ 7ാമത്തെ സിനിമ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ സിനിമകൾ അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവരൊക്കെ അത്യാവശ്യം ഫെയിമായി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെപ്പോലുള്ളവരാണ് ഇനി ഫെയിം ആവേണ്ടത്. അതുകൊണ്ടല്ലേ ധൈര്യം നമ്മൾ സിനിമയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മതി. ഇങ്ങനെയൊക്കെ സിനിമയിൽ നമുക്ക് സിനിമയിലൊക്കെ തന്നെയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണം, അതൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പം എന്തായാലും ഇനി കൂടുതലായിട്ട് ഞാൻ സംസാരിച്ച് ഫലിപ്പിക്കണമൊന്നുമില്ല. വന്നതിന് ഒരുപാട് സന്തോഷം. ഇനി പുതിയ സിനിമകൾ നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പം സന്തോഷം. അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസറും ഈ പറയുന്ന പോലെ താങ്കളോടും ഈ പറഞ്ഞ പോലെ ജിൻഡോനോടും എല്ലാവരോടും വളരെ നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.